വേണ്ടിയിട്ട് 2 മുട്ടയെങ്കിലും എടുക്കണം. സാൻഡ്വിച്ച് കുറച്ച് നല്ല തിക്കായിട്ടിരിക്കണം. അപ്പോഴായിരിക്കും സാൻഡ്വിച്ചിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കണ എല്ലാ സാധനങ്ങളും നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കുറേശ്ശെ ചേർക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 3 മുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ചീസ് ഷ്രെഡ് ചെയ്തെടുത്തത്, ക്യാപ്സിക്കം ചോപ്പ് ചെയ്തെടുത്തത്. ഞാനിവിടെ ഗ്രീൻ കളറും ഓറഞ്ച് കളറും ക്യാപ്സിക്കം എടുത്തേക്കുന്നത്. ക്യാപ്സിക്കം ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള കളർ എടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം സവോള ചോപ്പ് ചെയ്തെടുത്തത്. ഞാനിവിടെ ഹലോപ്പീനോ എടുത്തിട്ടുണ്ട്. ഹലോപ്പീനോ ഞാനിവിടെ നല്ല കനം കുറച്ചിട്ട് റൗണ്ടിന് കട്ട് ചെയ്തെടുത്തേക്കാണ്. പിന്നെ ഒരു ചെറിയ കഷ്ണം തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്, ഒരു ചെറിയ കഷ്ണം ബട്ടർ. അപ്പൊ നമുക്ക് നോക്കാം ഇതെങ്ങനെ ചീസ് ഓംലേറ്റ് ആക്കാന്ന്. ഞാനിവിടെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 മുട്ടയും എടുത്തേക്കുന്നത്. ഈ മുട്ടയിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ട് ഈ മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഈ സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചേക്കണ എല്ലാ വെജിറ്റബിൾസും കൂടിയിട്ട് ബട്ടറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ബട്ടർ ചേർക്കാം. ഇപ്പോൾ ബട്ടർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് സവോള ചേർക്കാം, ക്യാപ്സിക്കം ചേർക്കാം, ഹലോപ്പീനോ ചേർക്കാം, തക്കാളി നമുക്ക് ഏറ്റവും ലാസ്റ്റ് ചേർക്കാം. ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല ഹൈ ഫ്ലെയിമിലിടണം. ഇത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. തീ നന്നായിട്ട് കൂട്ടി വെച്ചില്ലെങ്കിൽ ഇതെല്ലാവരും ചൂടായി കഴിയുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം വരും. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാൻ വേണ്ടി പറയുന്നത്. ഇതെല്ലാം നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് സാൻഡ്വിച്ച് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഈ സെയിം പാനിലേക്ക് തന്നെ ഓയിൽ ഒഴിക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചേക്കണ മുട്ട ചേർക്കാം. ഇപ്പോൾ മുട്ട ഒരു 3/4 ഭാഗം വെന്തിട്ടുണ്ട്. ഈ മുട്ടയുടെ ഒരു സൈഡിൽ ചീസും ഒരു സൈഡിൽ നമ്മൾ ആ കുക്ക് ചെയ്ത് വെച്ചേക്കണ വെജിറ്റബിൾസും ചേർക്കാം. ഒരു സൈഡിൽ വെജിറ്റബിൾസ് ചേർക്കാം. ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി വേണമെന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. ഹലോപ്പീനോയ്ക്ക് നല്ല എരിവുണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കുരുമുളകിൻ്റെ പൊടി ചേർക്കാത്തത്. ഈ ഒരു സൈഡിലേക്ക് ചീസ് ചേർക്കാം. ഇതിങ്ങനെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലിടണം, അല്ലെങ്കിൽ മുട്ട കരിഞ്ഞു പോകും. ചീസൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഇടാം. ഇതൊരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഫോൾഡ് ചെയ്യുക. ഈ ചീസ് ഇട്ടേക്കുന്ന സൈഡ് വേണം ഇപ്പുറത്തെ സൈഡിലേക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിലേക്ക് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഞാനിത് ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്തിട്ടില്ല, ഇതിലൊരു 3/4 ഭാഗം മാത്രമേ ഫോൾഡ് ചെയ്തിട്ടുള്ളൂ. ഇത് 2 പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ ചീസ് എഗ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. അത് നമ്മളിട്ടാണ് ബട്ടറൊക്കെ മെൽറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ മുട്ട ഇങ്ങനെ ഫുള്ളായിട്ട് ഫോൾഡ് ചെയ്യരുത്. ഫോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു 3/4 ഭാഗം മാത്രം ഫോൾഡ് ചെയ്യുക. അപ്പോഴായിരിക്കും അത് കാണാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവുക.